CPM-ന്റെ ഭരണം ഇപ്പോഴും വലിയ ശക്തമൊന്നുമല്ല. കാരണം ബംഗാൾ പാഠമാകണമെന്ന് CPIM സംഘടനാ റിപ്പോർട്ടിലെ ഉപദേശം വളരെയധികം ചർച്ചാ വിഷയമാക്കുകയാണ്. തുടർ ഭരണത്തിന്റെ മോശം പ്രവണതകളിൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ബംഗാൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത വേണമെന്നും സംഘടനാ റിപ്പോർട്ടിൽ നിർദ്ദേശം വെച്ചുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കണമെന്നും പാർട്ടി അധികാര കേന്ദ്രമാണെന്ന തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടാകരുതെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാണ്. നോക്കുകൂലി പോലുള്ള തെറ്റായ പ്രവണതകൾ അവസാനിപ്പിക്കാൻ നടത്തിയ ഇടപെടൽ മധ്യവർഗത്തിൽ സ്വാധീനമുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ ഈ മേഖലയിൽ ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ടെന്ന് സംഘടനാ റിപ്പോർട്ടിലെ നിർദ്ദേശം വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. സ്വാധീനം വർദ്ധിപ്പിക്കാൻ സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ട് BJP പ്രവർത്തിക്കുന്നുണ്ടെന്നും സംഘടനാ റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നു. ക്ഷേത്രങ്ങളിലെ വിശ്വാസ കാര്യങ്ങളിൽ ഇടപെടുന്ന സ്ത്രീകളെയാണ് BJP രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഇനിയും നമ്മുടെ സ്ത്രീ ജനങ്ങൾ മനസ്സിലാക്കണം. മഹിളാ അസോസിയേഷന് ഇത്തരം മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ ആകില്ലെന്നും വിമർശനം ഉയർന്നു പൊങ്ങുകയും ചെയ്തു. CPIM സംസ്ഥാന സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച ഇന്ന് നടക്കുകയും ചെയ്യും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഇന്നലെ ഗ്രൂപ്പ് ചർച്ച പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വീട്ടമ്മമാർക്ക് പെൻഷൻ ഉറപ്പാക്കുമെന്ന് CPIM രേഖ 2021 പ്രകടന പത്രികയിൽ വാഗ്ദാനമായി ഇത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ നടപ്പിലാക്കിയിരുന്നില്ല ഇതൊന്നും. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പെൻഷൻ കുടിശ്ശികയില്ലാതെ കൃത്യമായി വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ കാര്യമാണിത്. വികസന പദ്ധതികളിൽ നിന്നും ഈടാക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന സമ്മേളനത്തിലും ഇത് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. എല്ലാ സൗജന്യങ്ങളും സമ്പന്ന വിഭാഗങ്ങൾക്ക് കൂടി ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാകരുതെന്നും അഭിപ്രായമുണ്ട്. വികസന പദ്ധതികളിൽ നിന്നും സെസ് ഈടാക്കേണ്ടി വരുമെന്നും സംസ്ഥാന സമ്മേളന രേഖയിൽ നിർദ്ദേശം വന്നിരിക്കുകയാണ്. എന്താണെങ്കിലും കേരളത്തിന്റെ ഇനിയുള്ള ലക്ഷ്യം കേരളം വികസിക്കണം എന്നുള്ളത് തന്നെയാണ്. മൂന്നാം ഭരണം LDF-ന് കിട്ടിയാലും കേരളം ഇനി എത്രത്തോളം വളരുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം.